വഴിവിളക്ക് സ്ഥാപിക്കുന്നത് അത് വളരെ പ്രധാനമാണ്. ഇന്നലെ ഇപ്പൊ എൽദോസ്, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ എൽദോസ് ഈ ആന അവിടെ നിൽപ്പുണ്ട് എന്നുള്ളത് കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും കണ്ടിട്ടില്ല. ഒരു വഴിവിളക്ക് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കണ്ടേനെ, ഒരുപക്ഷെ പിന്തിരിഞ്ഞു പോകാൻ അദ്ദേഹത്തിന് പറ്റിയേനെ, അല്ലെ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി. തീർച്ചയായിട്ടും അദ്ദേഹം ആന കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അവിടെ വഴിവിളക്ക് ഒരു വർഷം മുമ്പ് വഴിവിളക്ക് ഇട്ടിട്ടുണ്ട് അവിടെ. പക്ഷേ ആ സാധനം കംപ്ലൈന്റ് ആയി കേടായി പോയതാണ്. അത് മാറ്റാനോ അതിന് വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കാനോ പഞ്ചായത്തോ ഒപ്പം തന്നെ ഈ വനം ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. നിങ്ങൾ ഇന്നലെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടിട്ടുണ്ടാവും, പെൻസിലിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ആന നശിപ്പിച്ചതാണ്. ഈ ആനയുണ്ടെന്ന് ഇപ്പൊ ഷൈജൻ പറഞ്ഞതുപോലെ ആനയുണ്ടെന്ന് ഫോറസ്റ്റുകാരോട് അറിയിച്ചതാണ്. ഇവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ ജോലി? ഇവർക്ക് മനുഷ്യരെ സംരക്ഷിക്കുന്നതാണോ ഇവരുടെ ജോലി, അതെയോ ഇവർ ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്യാനുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഇത് മാറ്റിയിരിക്കുകയാണോ എന്നാണ് ഞങ്ങളുടെ ബലമായ സംശയം. മാഡം കുട്ടമ്പഴയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും, ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആനയുടെ എണ്ണം വർദ്ധിച്ചിട്ടില്ല എന്നാണ് ഇവർ ആണയിട്ട് പറയുന്ന കാര്യം. നിങ്ങൾ കുട്ടമ്പഴയ്ക്കൊന്ന് വന്നാൽ മതി. വൈകുന്നേരം ഒരു 5 മണി സമയത്ത് ആ പുഴയുടെ തീരത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൂട്ടത്തോടെ ആന ഇറങ്ങി. മുതിർന്ന ആനകൾ മാത്രമല്ല, കുഞ്ഞുങ്ങളടക്കമാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ആനയുടെ പെരുപ്പം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്? അത് 1-2 കുഞ്ഞുങ്ങളല്ല, രാത്രിയാകുമ്പോൾ ഒരു കൂട്ടത്തോടെയാണ് ആന വരുന്നത്, കുഞ്ഞുങ്ങളടക്കമാണ് വരുന്നത്. ഞങ്ങൾക്ക് സാധാരണ ഒരു ഗ്രാമപ്രദേശമാണ് കുട്ടമ്പഴ എന്ന് പറയുന്നത്. പാവപ്പെട്ട മനുഷ്യൻ രാത്രിയൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ്. പേടിച്ചിട്ട് മാഡം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ ഗവൺമെന്റ് സത്യം പറഞ്ഞാൽ, വേദനയോടെ പറയട്ടെ, നിഷ്ക്രിയമായിട്ടാണ് ഈ ഗവൺമെന്റ് ഇടപെടുന്നത്. വനംവകുപ്പ് നിഷ്ക്രിയമാണ്. എന്തോ മാഡം? വനംവകുപ്പ് നിഷ്ക്രിയമാണ്. തീർച്ചയായിട്ടും അതിന്റെ തെളിവല്ലേ ഞങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ എന്ന് പറയുന്നത്. ഈ അവിടെ ഒരു RRT എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഇല്ല. റേഞ്ചറോട് പല പ്രാവശ്യം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം ഇതാണ്, ഞങ്ങൾക്ക് അതിനുള്ള വാഹനമില്ല. ഷൈജൻ പറഞ്ഞ പോലെ അവിടെ ഡീസൽ അടിക്കാനുള്ള സംവിധാനമില്ല. ഇന്നലെ വണ്ടി വന്നു, അത്ര നേരമായിട്ട് ഒരു ലൈറ്റ് പോലും അവിടെ ഇടാനില്ല. ഫോറസ്റ്റുകാരുടെ വണ്ടി ഓൺ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ലൈറ്റ് ഇടാൻ അവരിൽ ഡീസലില്ല. അവസാനം കോതമംഗലത്ത് വന്നതിന് ശേഷമാണ് 20-22 കിലോമീറ്റർ ദൂരെ വന്ന് ഡീസൽ വാങ്ങിച്ചപ്പോഴാണ് ഫോറസ്റ്റുകാരുടെ വണ്ടി ലൈറ്റ് ഇടാനായിട്ട് അവിടെ സാധിച്ചത്. അവർ പറയുന്നത് ഗവൺമെന്റ് ഞങ്ങൾക്ക് ഫണ്ട് തരുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അത് ഗവൺമെന്റ് ഞങ്ങൾ ടാക്സ് അടയ്ക്കുന്ന പൗരന്മാരാണ്. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ ഈ ഗവൺമെന്റിനെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, രാജിവെക്കൂ സാർ. ഞങ്ങളുടെ ജീവനിൽ ഞങ്ങൾ തന്നെ രക്ഷിച്ചോളാം, നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ട. ഇങ്ങനെ ഒരു മന്ത്രിയെ കൊണ്ട് ഞങ്ങൾക്ക് എന്തു ഗുണം?